ഞാനൊരു പോർഷെ 911 ടർബോ എസ്. ഈ സ്റ്റോറേജ് സ്പേസിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹലോ. 1907 DMGയുടെ തലപ്പത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം വില്യം മേബാക്ക് ഒരു എയർക്രാഫ്റ്റ് എൻജിൻ ബിൽഡിംഗ് കമ്പനി ആരംഭിച്ചു എന്ന് പറയാം. അത് 1912 ആവുമ്പോൾ മേബാക്ക് ഓട്ടോബാൻ എന്ന് പറയുന്ന പേരിലേക്ക് റീനൈം ചെയ്യപ്പെടുകയും ആ കാലഘട്ടത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനി പടക്ക് വേണ്ടിയിട്ട് എൻജിനുകൾ, അതായത് എയർക്രാഫ്റ്റ് എൻജിനുകൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കമ്പനി എന്ന് പറയാം. 1960 ആവുന്ന സമയത്ത് ഈ കമ്പനിയെ ഡയമളർ ബെൻസ് ഏറ്റെടുക്കുകയും 1997 അവരാദ്യമായിട്ടൊരു ലക്ഷറി കാറിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയാം. ഇങ്ങനെയാണ് മേബാക്ക് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി വാഹന ലോകത്ത് സജീവമാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വാഹനങ്ങൾ മേബാക്കിൻ്റേതായിട്ടുള്ള പേരിൽ വാഹന വിപണിയിലുണ്ട്. ലക്ഷറി വാഹനങ്ങൾ എണ്ണുന്ന സമയത്ത് മറ്റുള്ള നിർമ്മാണ കമ്പനികൾ എണ്ണുന്നതിനോട് തത്തുല്യമായിട്ട് തന്നെ നമ്മൾ മേബാക്കിൻ്റെ പേരും കേൾക്കാറുണ്ട്. ഇന്ന് നമ്മളുള്ളത് അത്തരത്തിലൊരു മേബാക്കിൻ്റെ കൂടെയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയിട്ടുള്ള മെഴ്സിഡീസ് ബെൻസ് മേബാക്ക് S680 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ. ഒരു 2023 S680 മോഡലാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ തന്നെ ഈ ഒരു കളർ ടോണിലും ഒക്കെ ശ്രദ്ധിച്ചതുപോലെ തന്നെ ഈ വാഹനം സ്വന്തമാക്കിയിട്ടുള്ളത് കല്യാൺ സിൽക്സിൻ്റെ ഓണേഴ്സാണ് എന്നതാണ്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച്, അതായത് അത്യാവശ്യം നല്ല എക്സ്ക്ലൂസീവായിട്ടുള്ള മേബാക്ക് 680യുടെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് പങ്കുവെക്കാം. ഇതൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് മേബാക്ക് 680. ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ എസ്സിൽ തന്നെ പല കാറ്റഗറി വാഹനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ഫസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വാഹനമാണ്. അത് സ്വന്തമാക്കിയത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള കല്യാൺ സിൽക്സിൻ്റെ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഓണേഴ്സിനൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ശരിക്കും ഒരു മേബാക്ക് ഗ്രിൽ, അതായത് ഒരു മേബാക്ക് സ്പോക്ക് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. സാധാരണഗതിയിൽ മേബാക്ക് അതിനെ പറയാറുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടില്ലേ, കോട്ടിൻ്റെ ലൈൻസുള്ള കോട്ടുകൾ കണ്ടിട്ടില്ല, ആ കോട്ടുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അവിടെ തന്നെ ഇവിടെ നമുക്കൊരു മേബാക്ക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, ഒരു ക്യാമറ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മുടെ ഹുഡ് ഓർണമെൻറ്റ് ശരിക്കും മെഴ്സിഡീസ് ബെൻസിൻ്റെ ആ ഒരു 3 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും മേബാക്ക് എന്ന് പറഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലക്ഷറി എലമെൻ്റ് ആണ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ്. അത് നല്ല രസമുണ്ട്. ശരിക്കും ഒരു ഫോഗ്ലാം ഹൗസിംഗ് പോലെ കൊടുത്ത് അതിനകത്ത് പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊരു ക്രോം കളറിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരു ലിപ്പ് ഭാഗം അങ്ങനെ തുടങ്ങിയിട്ട് അത് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ധാരാളം ക്രോം എലമെൻറ്റുകളും ആ ഒരു ലൈൻസും എല്ലാം ചേരുന്ന സമയത്ത് ഒരു യുനീക്ക് ഡിസൈൻ പാറ്റേൺ വളരെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഹെഡ്ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു എസ് ക്ലാസ് വാഹനമാണ് എന്നറിയുന്നതുകൊണ്ട് തന്നെ 3 ഡോട്ടുകളും അതുപോലെ തന്നെ ആ ഒരു ചേമ്പറുകളായിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ, അതുപോലെ DRL യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതും ഒരു എസ് ക്ലാസ് ടച്ചാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു മേബാക്ക് ടോണിലേക്ക് വരാണ്ടായ ഒരു കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ ഈ ഒരു ഹുഡ് പാറ്റേണും എല്ലാം കൂടി ചേരുന്ന സമയത്താണ് എന്നതാണ്. ഡ്യുവൽ ടോണിലാണ് ഇപ്പം ഈ ഒരു വാഹനം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗം ഹുഡിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഗോൾഡൻ തീം, അതേപോലെ തന്നെ ഈ ഒരു ഇവിടെ ഉണ്ടോ ആ ഒരു ഭാഗത്ത്, അതായത് ഹുഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റും ഒക്കെ കൊടുത്തിട്ട് ഒരു മേബാക്ക് ടച്ചിലേക്ക് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് വലിയ വാഹനമാണ്. 5.4 മീറ്റർ ലെങ്ത്തുള്ള ഒരു വലിയ വാഹനം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു V12 എഞ്ചിനാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എസ് ക്ലാസ്സിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അതായത് എസ് ക്ലാസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു വീൽ, ഇത് ശരിക്കും ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വീലും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ കളറും ഇവർ കസ്റ്റമൈസ് ചെയ്താട്ടോ, അതായത് ഈ ഒരു ഡ്യുവൽ ടോൺ പാറ്റേണിലേക്ക് ഇവർ കൊണ്ടുവന്നതാണ്. അതും ഇതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ കാണാം. അതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 360 ഡിഗ്രി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 2023 എസ് ക്ലാസ്സിന് നമ്മൾ പരിചയപ്പെട്ട സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡോർ ഹാൻഡിൽ, അതായത് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്ത് വരുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഡോർ ഹാൻഡിലുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. ഇപ്പം ലോക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോം എലമെൻറ്റ് കാണാം. ഈ ക്രോം എലമെൻറ്റിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ B പില്ലർ കംപ്ലീറ്റ്ലി ആ ഡോർ ക്ലോസ് ചെയ്യുന്ന ഏരിയ ക്രോം എലമെൻ്റായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു ലക്ഷൂറിയസ് ടച്ച്. കാരണം സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതൊരു പ്രൗഡി കൊടുക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ആ ഒരു ക്രോം സ്ട്രിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഹിയർ ഈസ് എ ലോഗോ ഫോർ മൈ ബാക്ക്. യെസ്,
ബാക്കിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു എസ് ക്ലാസ് ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആണ്. എന്നാൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഈവൺ ഈ ഒരു ലോഗോ പ്ലേസ്മെൻറ്റ് പോലും എസ് ക്ലാസിനോട് തുല്യമാണ്. S680 എന്ന് എഴുതിയത് പുതിയതായിട്ടുള്ളൊരു ടച്ചാണ് നമുക്ക് വരാം. എന്നാൽ എക്സോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് മാറിയിട്ടുണ്ട്. ശരിക്കും വൺ സൈഡിലൊരു ഡ്യുവൽ ടിപ്പായിട്ട് കൊടുത്തിട്ടുള്ളൊരു എക്സോസ്റ്റാണ്, ഇങ്ങനെ സ്ക്വയർ ആയിട്ട്. പക്ഷേ ഇത് ഒരു എക്സോസ്റ്റ് കവർ മാത്രമാണ്. 2 എക്സോസ്റ്റുകളും വർക്കിംഗ് ആട്ടോ, അതായത് ഉള്ളിലേക്കാണ് എക്സോസ്റ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ടച്ച് ആയിട്ട് ഓപ്പൺ ആവുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബൂട്ടുകളാണ്. അത് നമുക്ക് അതേപോലെ തന്നെ വൺ ടച്ച് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം. താഴ്ഭാഗത്ത് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ കാണാം. 19 ഇഞ്ച് വീലാട്ടോ കൊടുത്തിട്ടുള്ളത്. ശരിക്കും സൈഡിലത്തെ നമ്മൾ വീലിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 20 ഇഞ്ച് വീലാണ്. 20 ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബോട്ട് സ്പേസ്. ഒരുപാട് ലഗേജസ് ഒന്നും എസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ബാക്കിനകത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കുമല്ലോ ഇതിനകത്ത്. എന്നിരുന്നു കഴിഞ്ഞാലും ഫാമിലി ആയിട്ട് പോകുമ്പോഴും ലഗേജ് വെക്കാനുള്ള ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിക്കോളും. അടിപൊളി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം, അതായത് ഒരു ബൈബാക്ക് എടുക്കുന്നയാൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഔട്ട്ഫിറ്റിനേക്കാൾ ഉപരി അകത്തെന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ക്യൂരിയസ് ആവുക. കാരണം അതിനകത്താണ് ആഡംബരം ഒളിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അകത്തേക്ക് പോകാം. സാധാരണ നമ്മൾ കാണിക്കാറുള്ളത് അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡാണ് കാണിക്കാറുള്ളത്. ഇതിലാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ബാക്ക് സൈഡ് കാണിക്കേണ്ടത്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഹൈലൈറ്റ് എന്നുള്ളതാണ്. ഡോർ ഹാൻഡിൽസ് നമ്മൾ നേരത്തെ എസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ? അത് എല്ലാ സൈഡിലും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ബാക്കിൽ നമുക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് കാണുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ അകത്തെ കാഴ്ച. ലക്ഷൂറിയസ് ഒരു ഇൻറ്റീരിയർ. അതൊരു കോഫി ബ്രൗൺ ഡാർക്ക് കളർ തീമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കളർ ടോൺ സെലക്ട് ചെയ്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം കേട്ടോ. പല കളറിലും നമുക്കിത് അവൈലബിൾ ആണ്. 21ഓളം കളർ ടോണുകളിൽ നമുക്ക്, അതായത് എക്സ്റ്റീരിയർ കളർ അതുപോലെ തന്നെ ഇൻറ്റീരിയർ കളറിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നാപ്പ ലെതറാണ് ഇതിനകത്തൊക്കെ ക്രമീകരിച്ചുള്ളത്. അത് ഡോർ സൈഡിൽ നമുക്ക് ആരംഭിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ലെതറാണ്. ഇതൊക്കെ ലെതറാണ്. എല്ലാം ഈ സ്റ്റിച്ചറായിട്ട് കൊടുത്തിട്ടുള്ള ഒക്കെയും ലെതർ എലമെൻറ്റ്, അതായത് ഈ ബ്രൗൺ കളർ കാണുന്നതൊക്കെ ലെതർ ടച്ചഡ് ആണ് എന്നാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, മെമ്മറി ഫംഗ്ഷൻസ് കാണാം. അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ് പോലത്തെ ഇതാണ് കേട്ടോ. അതായത് സീറ്റ് നമുക്ക് സ്ലീപ്പിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, ഷെയ്ഡ്സിൻ്റെ കൺട്രോൾ, ബർമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റം. അതുപോലെ ഇവിടെ നമുക്കൊരു ആഷ് ട്രേ കൊടുത്തിട്ടുണ്ട് മെർസിഡീസ് ബെൻസിൻ്റെ. എല്ലാം കൂടി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഡോർ സൈഡാണ് വരുന്നത്. യെസ്. ഇനി ഞാനതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അയ്യോ അടിപൊളി, ഗംഭീര ഇൻറ്റീരിയർ എന്നാണ് ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു ചെറിയ ഇൻറ്റീരിയർ അല്ല, ശരിക്കും ഒരു സ്ലീപ്പിംഗ് ഇതുപോലത്തെ ഒരു ഇൻറ്റീരിയർ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറയില്ല, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റുകൾ കേട്ടോ, ഈ സീറ്റ് നമുക്ക് അത്യാവശ്യം ലെഗ് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇത് സീറ്റ് അഡ്ജസ്റ്റ് ആവും. ഇനി വേറൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി മുന്നോട്ട് പോയി, അതായത് നമുക്ക് കാലൊക്കെ നിർത്തി വെക്കാനുള്ളൊരു ഫെസിലിറ്റിക്ക് വേണ്ടി ഈ സീറ്റ് ഒരുപാട് മുന്നിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ സീറ്റ് നോക്കിയോ, അതുപോലെ ഉണ്ടോ കാലിൻ്റെ ഭാഗം, അതായത് നമ്മുടെ തൈ സപ്പോർട്ടിൻ്റെ ഭാഗമൊക്കെ എക്സ്റ്റെൻഡ് ആയി വന്നു. അതുപോലെ തന്നെ ഷൂ വെക്കാൻ അവിടെ ചെറിയൊരു റാക്ക് പോലത്തെ ഫെസിലിറ്റി ഉണ്ട്, അത് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്കിവിടെ കിടന്ന് യാത്ര ചെയ്യാം. അതായത് ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂഡ് അനുസരിച്ച് ഈ വാഹനത്തിനകത്ത് സീറ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ഗംഭീര സെറ്റപ്പ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ സീറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്റ്റെൻഡ് ലെഗ് സപ്പോർട്ട്, അതായത് തൈ സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ അകത്തേക്ക് പോയി നമ്മൾ എണീറ്റപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്. അതുപോലെ തന്നെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ട് ആൻഡ് കുഷ്യനോട് കൂടി വന്നിട്ടുള്ള സീറ്റുകൾ നമുക്കവിടെ കാണാം. ഇവിടെ നമുക്ക് മൈബാക്ക് എന്ന് പറയുന്നൊരു സില്ല് ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു സെൻറ്റർ ആംബ്രസ്റ്റ്, ഈ ഭാഗം ഇപ്പം പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഇങ്ങോട്ട് അകത്തേക്ക് താഴ്ന്നു പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ഭാഗം, 2 കപ്പ് ഹോൾഡറിൻ്റെ ഭാഗം, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇത് ഹീറ്റഡ് ആൻഡ് കൂൾഡ് ഗ്ലോ ബോക്സ് ആട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഷാമ്പെയിൻ ഹുക്ക് അങ്ങനെ കുറേ ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചത്. ഇവിടെ നമുക്കൊരു AC വെൻറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മ്യൂസിക് സിസ്റ്റം, ആംബിയൻ ലൈറ്റിങ്, അതുപോലെ തന്നെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഈ വാഹനത്തിനകത്ത് മൊത്തം 5 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. 1, 2, പിന്നെ ഒന്ന് ഇവിടെ നമുക്കൊരുപാട് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ 2 ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്.
ഈ ബട്ടൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് കുറച്ചുകൂടി ഒരു റോൾസ് റോയ്സ് എലമെൻറ്റുകളിൽ, അതായത് നമ്മൾ നേരത്തെ റോൾസ് റോയ്സിലാണ് കണ്ടിട്ടുള്ളത്, അതിപ്പം മേ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ് സംഭവം, അത്യാവശ്യം സൂപ്പർ. അതുപോലെ തന്നെ ഈ സീറ്റിനകത്തൊക്കെ മസാജിങ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് ഓപ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ആംബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ട്രേ ഉണ്ട്. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാനൊക്കെ തന്നെയും അതും ഒരു ലെതർ റാപ്പിങ്ങോട് കൂടി കൊടുത്തിട്ടുള്ള ഒരു ട്രേ ആണ്. ഗംഭീരം അല്ലേ, ഗംഭീര സെറ്റപ്പ്. യെസ്, ഇതിനകത്ത് പ്ലെൻറ്റി ഓഫ് ചാർജിങ് പോർട്ടുകളുണ്ട് കേട്ടോ. നാല് സി ടൈപ്പ് ചാർജിങ് പോർട്ട്, ഒരു 12 വോൾട്ടിൻ്റെ വലിയ ചാർജിങ് പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. പിന്നെ അതുപോലെ ഇതൊരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. നമുക്ക് ഫോൺ അതിനകത്ത് വെക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ഒരു റബ്ബർ റിലേറ്റഡ് ആയിട്ടുള്ള. യെസ്, പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാനൊക്കെ പറ്റും, ഈ ഒരു ടാബ്. പിന്നെ ഇവിടെ ഇപ്പം ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് മാത്രമാണ്, അതിനകത്ത് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഇത് വെച്ചേക്കാണ്. അവിടെ ശരിക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ മേ ബാക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മുകൾ ഭാഗം ഉണ്ടോ, ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ മേ ബാക്കിൻ്റെ ലോഗോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു പ്ലഫി എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയും നമുക്കവിടെ കാണാം. ശരിക്കും ഒരു ലക്ഷൂറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു മേ ബാക്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് മസാജിങ് ഓപ്ഷൻസ് ഉണ്ട്. മസാജിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ്, ക്ലാസിക്, വേവ്, കാഫ്, ഹോട്ട് റിലാക്സിങ്, ഷോൾഡർ, അങ്ങനെ തുടങ്ങിയിട്ട് പല ടൈപ്പ് ഓഫ് മസാജിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഈ വാഹനത്തിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വോയിസ് കമാൻഡ്, ഹെഡ്സെറ്റ് മോഡ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മോഡുകളും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ട്, ഡ്യുവൽ സൺറൂഫാണ്, ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് സൺറൂഫും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂമിൻ്റെ കാര്യമൊന്നും ഞാൻ ഇനി പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ട് ബാക്കിൽ ഓണർക്കും ഓണറുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ ഓണറുടെ ഫാമിലി, പ്രത്യേകിച്ച് അവരുടെ വൈഫ് അല്ലെങ്കിൽ മക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ വിശാലമായിട്ട് ഇരിക്കാൻ കഴിയുന്ന, ഒപ്പം ഫ്രണ്ടിൽ മാനേജർക്ക് ഇരിക്കാം, ഡ്രൈവർ, അങ്ങനെ തുടങ്ങിയിട്ട് 4 ആളുകൾക്ക് അത്യാഡംബരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം എന്ന് തന്നെയാണ് മൈ ബാക്ക് എന്ന് പറയുന്ന മോഡൽ, അല്ലെങ്കിൽ ഈ ഒരു മോഡലിനെ നമ്മളിപ്പം വിശകലനം ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്രണ്ട് സീറ്റിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ആൾ പോയിട്ട് ക്ലോസ് ആയിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നമ്മളൊരു ആഡംബരം എന്ന് പറയുന്ന സമയത്ത് അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വന്നിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകൾ, ആ ഒരു ഫിനിഷ്, ആ ഒരു കളർ ടോൺ എല്ലാം ആ തരത്തിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഡ്രൈവർ സൈഡാണ് കൺട്രോൾസ് കൂടുതലാണ്, മിററിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, അതെല്ലാം ഒരു പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു സ്യൂട്ട് ലൈനും കൂടി ചേർത്താണ് കൊടുത്തുള്ളത്. സീറ്റുകൾ, അതിൻ്റെ കൺട്രോൾസ്, മെമ്മറി ഫംഗ്ഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ താഴെ കാണാം. ബൂട്ടിൻ്റെ കൺട്രോൾസും ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ലക്ഷൂറിയസ് സീറ്റുകളാണ്, ലെതർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു. നാപ്പ ലെതറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ AC വെൻസുകളൊക്കെയാണ്. ഡാഷ് ബോർഡിലും ശരിക്കും ആ ഒരു ലൈൻസ് കൊടുത്തത് ആ ഒരു ലക്ഷറി എലമെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ MBUX സിസ്റ്റമൊക്കെ മാറി ഒരു സിംഗിൾ ടച്ച് സെറ്റപ്പായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഞാനിപ്പം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഓൺ ചെയ്തു. ആണോ, സ്പീഡോമീറ്റർ, RPM മീറ്റർ, ഡോർ ഓപ്പൺ ആണോ, സീറ്റ് ബെൽറ്റ് കൺട്രോൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഒരു മേ ബാക്ക് സ്റ്റിയറിംഗ് വീൽ എന്നതിനെ വിശേഷിപ്പിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ലെതറും അതുപോലെ തന്നെ ആ ഒരു മേ ബാക്കിൻ്റെ പാറ്റേണും ഒരു മേ ബാക്ക് ബാഡ്ജിങ്ങും എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ ആ ഒരു റഡാർ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കാണാം. മെർസിഡീസിൻ്റെ ഒരു ലോഗോ യൂണിറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൈബാക്ക് എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മൈബാക്കിലേക്ക് മാറ്റിയിട്ടില്ല, പകരം മെർസിഡീസും മൈബാക്കും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ലോഗോ വൈസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ എലമെൻറ്റുകൾ പലതും S ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് കുറേയൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. നമുക്ക് വിത്തൗട്ട് യൂസർ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ സിസ്റ്റത്തിനകത്താണ്. ഇതാണ് മ്യൂസിക് സിസ്റ്റം. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ കൺട്രോളുകളെല്ലാം ടച്ചാണ്, അതായത് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനാമിക്കിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക്
ഡൈനാമിക് നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് ഡ്രൈവ് മോഡ് വേണം എന്നുള്ളതിൻ്റെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഫിംഗർ, അതായത് ഓരോരുത്തരുടെ പ്രൊഫൈൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതിനുള്ളത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ അവിടെ പോകും. 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് പോക്കറ്റ് കാണാം. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ്, 2 കപ്പ് ഹോൾഡർ, അതിനകത്തൊരു ആഷ്ട്രേ, ഇത് റിമൂവബിൾ ആണ്. ഉണ്ടോ അതൊക്കെ കൊടുത്തിട്ടാണ് ആ സെൻറ്റർ ഭാഗം വെച്ചിട്ടുള്ളത്. അത് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ആംബ്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്. അപ്പോൾ മൊത്തത്തിനകത്ത് 8 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ആവശ്യത്തിൽ കൂടുതൽ C ടൈപ്പ് ചാർജിങ് പോർട്ടുകളുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഡാഷ്ബോർഡ് നോക്കിയാൽ AC വെൻറ്റിനെ ക്രമീകരിച്ചുള്ളത് മുകളിലും അതുപോലെ തന്നെ 2 അറ്റത്തുമായിട്ടാണ്. ഡോറിലേക്കും കൂടി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഡാഷ്ബോർഡ് യൂണിറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻസ്, സ്യൂട്ട് ലൈൻസ്, അത് നമുക്ക് ആ ഒരു ഡാഷ്ബോർഡിൽ ഹൈലൈറ്റ് ആയിട്ട് കാണാം. ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. എൻ്റെ കൈയാണ്. ഹലോ. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് സ്പെക്സ് അല്ലെങ്കിൽ മൊബൈൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. ഓട്ടോമാറ്റിക് ഡൈനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൺറൂഫ് ഓപ്പൺ ക്ലോസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യും. അത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ക്ലോസ് ആയി ആ ഒരു വേവ് മോഷനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ പുതിയ S ക്ലാസ്സിനകത്തും പുതിയ മേബാക്കിനകത്തും ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി, ഒന്നും പറയാനില്ല, ഗംഭീര സെറ്റപ്പാണ്. ശരിക്കും മെർസിഡീസ് വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്താറില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. മെർസിഡീസ് വാഹനങ്ങൾ ഇപ്പം പലതും ഒരേ പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 2 വ്യൂ ഓഫ് പോയിന്റിൽ പറയാം. അപ്പോൾ C ക്ലാസ് എടുക്കുന്നവരും S ക്ലാസ് എടുക്കുന്നവരും ഒക്കെയും ആ ഒരു എന്താ പറയുക പാറ്റേൺ അതുപോലെ തന്നെ കിട്ടും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ കാര്യം, S ക്ലാസ് എടുത്തവരും C ക്ലാസ് എടുത്തവരും ഒരേ മോഡലിൽ യാത്ര ചെയ്യുമ്പോൾ S ക്ലാസ് എടുത്തവരും ചെറിയൊരു ഈഗോ അടിക്കില്ല എന്നൊരു സംശയം എനിക്ക് ബാക്കിയുണ്ട്. മേബാക്കിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മോഡലുകൾ തമ്മിൽ ഡ്രൈവിംഗ് വ്യത്യാസവും എഞ്ചിൻ പവർ വ്യത്യാസവും എഞ്ചിൻ ട്യൂണിംഗ് ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ വ്യത്യാസമുണ്ട്. അത് വേറെ ചോയ്സ്, അത് രണ്ടാമത്തെ. പിന്നെ നമ്മൾ ഓരോന്നും മനസ്സിലാവാനുള്ളൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ വീഡിയോസൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കണ്ടല്ലോ, V12 എഞ്ചിൻ. ഇനി എഞ്ചിൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിശ്വവിഖ്യാതമായിട്ടുള്ള V12 എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. ഹൈഡ്രോളിക് സ്ട്രെട്ട്, അതുപോലെ തന്നെ ഇൻസുലേഷൻ, ഹീറ്റ് ഇൻസുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. V12 എന്ന് പറയുന്ന വലിയൊരു ബാഡ്ജിങ് കാണാം. മൈബാക്ക് ലോഗോ, മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഒരു 6 ലിറ്റർ ട്വിൻ ടർബോ V12 എഞ്ചിനാണ് ഈ വാഹനത്തിനകത്തുള്ളത്. 612 ഹോഴ്സ് പവറും 900 Nm ടോർക്കും ഈ വാഹനം ഉൽപ്പാദിപ്പിക്കുമെന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല കൊതിച്ച് പായാൻ ശേഷിയുള്ള ഒരു എഞ്ചിൻ എന്ന് തന്നെ പറയാം. മൈലേജിൻ്റെ കാര്യത്തിൽ റിയൽ ടൈം എത്ര കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് സംശയം ബാക്കിയാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ ഓണർ എടുത്ത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇതാണ് എഞ്ചിൻ. ക്യാബിനും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. മേബാക്ക് അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഒക്കെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള മെർസിഡീസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ലക്ഷറി സെഗ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മൈബാക്ക്. ആ മൈബാക്കിലെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ S680 എന്ന് പറയുന്ന മോഡലിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തെ അൾട്ടിമേറ്റ് ലക്ഷറി എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണവും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് പരിചയപ്പെടേണ്ട കുറച്ച് ആളുകളുണ്ട്, ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഷൂട്ട് ചെയ്യാൻ അവസരം കിട്ടാൻ കാരണക്കാരായിട്ടുള്ള ചില ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ട 2 ആളുകളെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമ്മളുടെ അദ്വൈത് ബ്രോ, അതേപോലെ തന്നെ നമ്മൾ ജോയൽ ബ്രോ. 2 ആൾക്കും സ്വാഗതം. ഇത് അദ്വൈത് ബ്രോ, അതേപോലെ ഇത് ജോയൽ ബ്രോ. അദ്വൈത് ബ്രോ ശരിക്കും TS പട്ടാഭിരാമൻ എന്ന് പറയുന്ന കല്യാൺ സിൽക്സിൻ്റെ ഓണറുടെ ചെറുമകൻ അല്ലേ, മകൻ്റെ മകനാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരാളിങ്ങനെ ഫോട്ടോ ഇട്ട സമയത്ത് അദ്വൈത് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ID ആയിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. അപ്പം വളരെ സപ്പോർട്ടീവായിട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു മറുപടി കിട്ടുമെന്ന്. ഉടനെ തന്നെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സപ്പോർട്ട് തന്നു. അതിന് ആദ്യം ഒരു താങ്ക്സ്. ശരിക്കും ഫുൾ നെയിം അദ്വൈത് എന്ന് മാത്രമാണോ? അദ്വൈത് കല്യാൺ എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. ഓക്കെ. അപ്പം അദ്വൈത് ബ്രോ ആയിരുന്നു നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വീണ്ടും ഒരു താങ്ക്സ് പറയുകയാണ്. അദ്വൈത് ബ്രോ ശരിക്കും ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെന്ന് കൂടി പറയട്ടോ. ജോയിലേക്ക് ഞാൻ വരാം. ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? Porsche 911 Turbo. എന്താണ് കാരണം? അത് റോ പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എഞ്ചിനീയറിംഗ് മാർവൽ. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ എത്ര കാറുണ്ട്? ഏറെക്കുറെ ഒരു 10, 12, 15 അല്ലേ റേഞ്ചിൽ. അപ്പം ഇത്രയും വാഹനങ്ങളൊക്കെയും അദ്വൈത് ബ്രോയുടെ എന്തൂസിയാസത്തിൻ്റെ അണ്ടറിലാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് സംസാരിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, പുള്ളിയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന്. ശരിക്കും ഒരു മൈബാക്ക് ബുക്ക് ചെയ്യൽ ഭയങ്കര റിസ്ക് ആണോ? റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 580 എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് ഇന്ത്യയിൽ പെട്ടെന്ന് 3 monthsനുള്ളിൽ കിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ ഐ തിങ്ക് 2022 ജൂലൈ സമയത്താണ് ബുക്ക് ചെയ്തത്.
ഓൾമോസ്റ്റ് 1.5 years പിടിച്ചു കിട്ടാൻ. ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. പെയിന്റിങ്, കോൺഫിഗറേഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് എത്ര രൂപ ഓൺ റോഡ് പ്രൈസ് ആയി ഏകദേശം? ഓൺ റോഡ് ഓൾമോസ്റ്റ് 4.75 crores. യെസ്. അപ്പം ഞാൻ ആ പുള്ളിയോട് തന്നെ ചോദിക്കാനുള്ള കാരണം വെച്ചാൽ അച്ഛൻ പറഞ്ഞ ആ ഒരു ഡയലോഗാണ്, അതായത് പുള്ളിയാണ് ഇതെല്ലാം മാനേജ് ചെയ്തത് എന്നുള്ളത്. ഇനി നമുക്ക് ജോയൽ ബ്രോയിലേക്ക് വരാം. ജോയൽ ബ്രോ ശരിക്കും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ എത്തിയതിന് ശേഷം ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ജോയൽ ബ്രോയാണ്. അദ്വൈത് ബ്രോയുടെ ഫ്രണ്ടാണ് ജോയൽ ബ്രോ അല്ലേ. ജോയൽ ബ്രോയും ഒരു എന്തൂസിയാസ്റ്റാണ്. പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പുള്ളിയുടെ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട്. യെസ്, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം രണ്ടാളുടെയും ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. ഇതൊക്കെ തേടി പിടിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം അതാണ്. ബ്രോ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? GT3. വൈ? ബിക്കോസ് സെയിം എന്നെ ബെസ്റ്റ് എന്നെ എഞ്ചിൻ അത് തന്നെയായിരിക്കും. അതിൻ്റെ സൗണ്ട് ബേസിക്കലി അതിൻ്റെ സൗണ്ട് ടർബോ ഗായാണ് ഞാൻ. നാച്ചുറൽ ആസ്പിറേറ്റർ ആണ്. രണ്ടാളുടെയും രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ഓൾ സപ്പോർട്ട്. അദ്വൈത് ബ്രോ താങ്ക്സ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഈ ഒരു സപ്പോർട്ടിനും. ഇവിടെ ഇത്ര നേരം പോസ്റ്റാക്കി നിർത്തിയൊരു സോറി ആദ്യം അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും അല്ലേ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു മുഖമാണ്. 1905 കാലഘട്ടം മുതൽ പട്ടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞു കേട്ടൊരു പേരാണ് കല്യാൺ സിൽക്സ് എന്നുള്ളത്. ആ കല്യാൺ സിൽക്സിൻ്റെ സ്ഥാപകൻ നമുക്കൊക്കെ അറിയാം TS പട്ടാഭിരാമൻ സാർ. അദ്ദേഹത്തിൻ്റെ മകൻ പ്രകാശ് പട്ടാഭിരാമൻ സാറാണ് നമ്മുടെ കൂടെ. സർ വെൽക്കം ടു ഹൈ. താങ്ക്സ് ഫോർ കമ്മിങ് ഓൺ ടു മൈ ഹംബിൾ ഹോം. പ്ലഷർ മീറ്റിംഗ് യു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊന്നും ഇങ്ങനൊരു കണക്ഷനിലേക്കാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ കേട്ടതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം. സോ സാറേ, ഞങ്ങളൊരു ഓട്ടോമൊബൈൽ പ്ലാറ്റ്ഫോമാണ്. സോ എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത് ഓട്ടോമൊബൈലിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് കല്യാണിനെ കുറിച്ച് പറയാതെ നമുക്കത് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അറിയപ്പെടുന്നത് തന്നെ ആ ഒരു പേരിലാണ്. ഇപ്പം 36 ഷോറൂമായില്ലേ? അതെ അതെ. കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ജന്മം കൊള്ളുന്നത് 1992 പക്ഷേ കല്യാൺ എന്ന് പറയുന്ന ബ്രാൻഡ് 1909 എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛൻ അദ്ദേഹം തുടങ്ങിയതാണ്. വളരെ കാലങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെയും ഇന്ത്യയിലത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന, ഇന്നും വളർച്ചയുടെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന് കൂടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിലനിർത്തിയൊരു ക്വാളിറ്റി ഉണ്ട്. പട്ടിൻ്റെ കേസിലാണെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്യാതെ എല്ലാ കാറ്റഗറീസിലും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു കല്യാണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതും കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ആയാലും ഞങ്ങൾ വിൽക്കുന്ന പ്രോഡക്ട്സിൽ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തരുന്ന ഒരു അനുഭവം കൂടിയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി അതിന് കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം ഞങ്ങൾ ഈ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബിയറുകൾ എടുക്കാൻ വേണ്ടിയിട്ട് റീറ്റെയിൽ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാമി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് തന്നെ ഇടപെടുന്ന രീതി ഭയങ്കരമായിരുന്നു. അത്രയും ബഹുമാനത്തോടെ. അതെന്ന് വെച്ചാൽ സാധാരണത്തിൽ ഞാനിപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു ചെയ്തപ്പോൾ മുതലാളിമാരതൊക്കെ പോയി വെക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര കുറച്ചെങ്കിലും ഒരു ദേശത്തോടൊക്കെ ചിലപ്പം പറയും അവർ വരുന്നുണ്ടോ ഒന്ന് സ്ട്രിക്റ്റായി കളയാമെന്ന്. പക്ഷേ ഭയങ്കര സ്നേഹത്തോടെ അവർ വന്നാൽ നന്നായിരുന്നു എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നൊരു സാഹചര്യം, അതെനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റും സ്റ്റാഫും തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും ഞങ്ങൾ എപ്പോഴും ഒരു കാര്യം ഞങ്ങളെന്നല്ല ഏതൊരു ബിസിനസ്സുകാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് എന്നതിലുപരി ഞാൻ ടീം മെമ്പർ എന്നാണ് അവരെല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഈ ടീം മെമ്പറാണ് നമ്മുടെ നട്ടില്ല. അവരില്ലെങ്കിൽ ഇപ്പോൾ ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് അവിടെ നിൽക്കുന്ന ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. പല സമുദായത്തിൽപ്പെട്ടത്, പല ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടത്, പല പ്രശ്നങ്ങളിൽ ഉള്ള ആൾക്കാരാണ് ജോലിക്ക് വരുന്നത്. അവർ വരുന്നത് അവരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ മറന്ന് കുറച്ചും കൂടി സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാം. ആ ഒരു 10-12 മണിക്കൂർ അല്ലെങ്കിൽ 8-10 മണിക്കൂർ കുറച്ച് വീട്ടിലത്തെ പ്രശ്നങ്ങൾ മറക്കാം, നാട്ടിലത്തെ പ്രശ്നങ്ങൾ മറക്കാം, നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ജോലി ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് സന്തോഷകരമായിട്ട് മുൻപോട്ട് കുടുംബജീവിതം നയിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിവിശേഷം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ഭഗവാൻ നമ്മളെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്, അതിൽ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഇന്ന് മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മൾ അവരുടെ കാണിക്കുന്ന
ഒരു സ്നേഹത്തിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സത്യം അതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് ഞങ്ങളുടേത്. ആ ഒരു വലിയ മനസ്സിന് വലിയൊരു എന്താ പറയുക ഒരു അതെ ഒരു സന്തോഷം. ഇനി ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റിലേക്ക് വരികയാണ്. ശരിക്കും ഒരുപാട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ബിസിനസ് റിലേറ്റഡ് ഒക്കെ ആയിട്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മെഴ്സിഡീസിൻ്റെ മേബാക്ക് എന്ന് പറയുന്ന വണ്ടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. യാദൃച്ഛികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് ഒരു മാസം ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നത് ഒരു പ്രാവശ്യമാണ്. അത് 3 കിലോമീറ്ററാണ് പോയത്. ഈ ഒരു മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമാണ് ഇതിൽ കയറിയത്. പല സന്ദർഭങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നല്ലൊരു വണ്ടിയാണ്, വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഈ വണ്ടിയിൽ. ഇവിടെ ഞങ്ങളുടെ ഗരാജിൽ റേഞ്ച് റോവർ തൊട്ട് റോൾസ് റോയ്സ് തൊട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല വണ്ടികളും ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് അക്വയർ ചെയ്തൊരു ലെക്സസിൻ്റെ ഒരു SUV വണ്ടിയുണ്ട്, ലെക്സസ് 500 ഉണ്ട്, ലാൻഡ് ക്രൂയിസർ ഉണ്ട്, റേഞ്ച് റോവറിൻ്റെ വോഗ് ഉണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വണ്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റേഞ്ച് റോവറിൻ്റെ വോഗായിരിക്കും. ഇതിനെക്കുറിച്ചൊരു വിധി എഴുതാറായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു 3 കിലോമീറ്ററാണ് ആകെ കൂടി ഇതിലൊരു മാസത്തിൽ സഞ്ചരിച്ചത്. ഇനി ഒരു വാഹനം വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 10-12 ടൈപ്പ് ഓഫ് മോഡൽസിനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം എല്ലാ നിർമ്മാണ കമ്പനികളും ഉണ്ട്. ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് കാർ വാങ്ങിക്കണം എന്ന് വളരെ കാലത്തൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി നോക്കിയിട്ടല്ല, പക്ഷേ ആ ഒരു ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുക എന്ന് പറയില്ല, ആ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊരു പോർഷെ 911 ടർബോ എസ് എന്നുള്ളൊരു വണ്ടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഉടനെ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഒരുപാട് സമയം കളയുന്നില്ല, എനിക്കറിയാം തിരക്കിനിടയിലാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്കിനിടയിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. എന്തായാലും നജീമിനെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നജീമിന് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞത് എൻ്റെ മകൻ അദ്വൈതാണ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് നോക്കുമ്പോഴാണ് ഞാൻ വരെ അത്ഭുതപ്പെട്ടു പോയത്. നിങ്ങളുടെ കുറേ വീഡിയോസ്, കുറേ പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസും കമൻസൊക്കെ വരുന്നുണ്ട്. ഇത് നല്ലൊരു രീതിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ലൊരു യൂട്യൂബ് ബ്ലോഗർ, നല്ലൊരു കാറിൻ്റെ ഒരു റിവ്യൂ കൊടുക്കാവുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. നജീബിനും കുടുംബത്തിനും നല്ലൊരു ഓണം ആശംസിക്കുന്നു. വിഷ് യു ആൻഡ് യുവർ ഫാമിലി എ വണ്ടർഫുൾ, ഹാപ്പി, പ്രോസ്പെറസ്, ജോയ്ഫുൾ ഓണം നജീബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലഷർ മീറ്റിംഗ് യു. ഞങ്ങളുടെ താങ്ക് യു.